തിരുവനന്തപുരം ജില്ലയിലെ നെട്ടയത്ത്. നെട്ടയം എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽപ്പെട്ട പ്രദേശമാണ്. പ്രാദേശികമായി പറയുന്ന മലമുകൾ എന്ന സ്ഥലത്താണ് RSSന്റെ സംഘർഷമുണ്ടായത്. രണ്ട് വീട്ടുകാർ തമ്മിലുള്ള ചെറിയ പ്രശ്നം. മരക്കൊമ്പ് അടുത്ത വീട്ടിലേക്ക് ചാഞ്ഞിരിക്കുന്നു, അത് വെട്ടാൻ പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം. ആ തർക്കമാണ് വലിയ സാമുദായിക സംഘർഷമാക്കി മാറ്റാനുള്ള ശ്രമം BJPയും RSSും നടത്തിയത്. പോലീസ് സ്റ്റേഷൻ ആക്രമണം, പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം, വധഭീഷണി, അങ്ങനെ അത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നമാക്കി മാറ്റാൻ BJPയും RSSും ശ്രമിച്ചു. RSSന്റെ പതിവ് രീതിയാണ്, ഉത്തരേന്ത്യൻ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ പ്രശ്നങ്ങൾ, രണ്ട് കുട്ടികൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ സാമുദായിക സംഘർഷങ്ങളാക്കി മാറ്റുക എന്ന RSSന്റെയും BJPയുടെയും ലക്ഷ്യമുണ്ട്. RSSന്റെയും BJPയുടെയും രീതിയുണ്ട്, ഉത്തരേന്ത്യയിൽ പയറ്റി തെളിഞ്ഞ രീതി. അത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് സാമുദായിക സംഘർഷത്തിന് പകരം രാഷ്ട്രീയ സംഘർഷമായും പിന്നീട് അത് സാമുദായിക സംഘർഷത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് തിരുവനന്തപുരത്ത് BJP പയറ്റിയത്. പക്ഷേ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നവും കൂടി അടങ്ങിയിരിക്കുന്നു. രണ്ട് മുൻ DGPമാരാണ്, ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന രണ്ട് മുൻ DGPമാരാണ് ഈ സമരത്തിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് എന്നോർക്കണം. നേരിട്ട് ഇറങ്ങി ആളുകളെ നയിച്ച് കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ് മുൻ രണ്ട് DGPമാർ നടത്തിയത്. ഒന്ന് R ശ്രീലേഖയും മറ്റൊന്ന് TP സെൻകുമാർ. R ശ്രീലേഖ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് നാം കണ്ടതാണ്, കേട്ടതാണ്. പോടാ പുല്ലേ പോലീസേ എന്ന് വെച്ചാൽ ഇന്നലെ വരെ യൂണിഫോം ഇട്ട് പോലീസിനെ നയിച്ച, പോലീസിൽ നിന്ന് ഇപ്പോഴും പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന R ശ്രീലേഖയും TP സെൻകുമാറുമാണ് പോടാ പുല്ലേ പോലീസെ എന്ന് വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. TP സെൻകുമാർ കുറച്ചുകൂടി കടത്തി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കും, പോലീസുകാരെ ആക്രമിക്കും എന്നാണ്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന വിശദീകരണവുമായി പിന്നീട് TP സെൻകുമാർ രംഗത്ത് വന്നത് നാം കണ്ടതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സ്റ്റേഷനുകൾ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക്, പോലീസുകാരെ ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക് ഞങ്ങളെ തിരിച്ചുവിടരുത് എന്നാണ് സെൻകുമാറിന്റെ വാക്ക്. എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന തരത്തിലേക്ക്, പോലീസുകാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക്. പിന്നെ ഇത് കലാപത്തിനുള്ള ആഹ്വാനമല്ലാതെ പിന്നെ എന്താണ്? അതിലേക്ക് ഞങ്ങളെ തിരിച്ചുവിടരുത് എന്ന് പറയുന്നത് പിന്നെ എന്താണ്? പക്ഷെ അദ്ദേഹം ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഒളിവിൽ കഴിയുന്ന പ്രതികളുണ്ട്, 10-20ഓളം പ്രതികൾ ഒളിവിൽ കഴിയുകയാണ്. അവർക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കുന്നതും ഈ രണ്ട് മുൻ DGPമാരാണ് എന്ന ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ രണ്ടുപേരും R ശ്രീലേഖയും TP സെൻകുമാറും കേസിൽ പ്രതിയാകാൻ പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അവർക്കെതിരെ കേസെടുക്കും. കേസെടുത്താൽ അത് ജാമ്യമില്ലാ വകുപ്പാണെങ്കിൽ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുക്കേണ്ടതാണ്. അത് തന്നെ ചെയ്യുമെന്നാണ് കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്താൽ ജയിലിൽ കിടക്കേണ്ടി വരും. ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ മുൻ DGPമാർ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലേക്ക് വരികയും പോലീസ് അവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്യുന്ന കാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് കാണേണ്ടി വരും എന്നതാണ് പുതിയ വർത്തമാനം. അതോടൊപ്പം തന്നെ പോലീസ് സേന മുൻ DGPമാർ എന്ന തരത്തിലുള്ള ഒരു പരിഗണനയും ഈ രണ്ട് മുൻ DGPമാർക്ക് നൽകേണ്ടതില്ല എന്ന് പോലീസ് സേന തീരുമാനിക്കുകയും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ അത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എവിടെ വെച്ചെങ്കിലും കാണുമ്പോൾ മുൻ DGP എന്ന രൂപത്തിൽ സല്യൂട്ടൊക്കെ കൊടുക്കുകയും പരിഗണന നൽകുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട് പോലീസിൽ. അത്തരമൊരു രീതി ഈ രണ്ട് മുൻ DGPമാരോട് കാണിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് കേരള പോലീസിലെ അംഗങ്ങളും ഓഫീസേഴ്സും എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. R ശ്രീലേഖയ്ക്കെതിരെ, TP സെൻകുമാറിനെതിരെ കേസെടുക്കാതിരിക്കാൻ കഴിയില്ല. ഒളിവിൽ കഴിയുന്ന BJP RSS പ്രവർത്തകർക്ക് എല്ലാ സംരക്ഷണവും നൽകുന്നത്, അവർക്ക് നിയമപരമായ ഉപദേശം നൽകുന്നത് ഈ രണ്ടുപേരാണ്, രണ്ട് മുൻ DGPമാരാണ് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മുൻ DGPയായ R ശ്രീലേഖ നിലവിലെ DGPക്ക് അയച്ച മെസ്സേജുകൾ R ശ്രീലേഖ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പഴയ അധികാരം കാട്ടിയുള്ള ആ വാട്സപ്പ് സന്ദേശവും കേസെടുക്കാൻ പര്യാപ്തമാണ്. പോലീസ് സേനയെ DGPയെ ഭീഷണിപ്പെടുത്തി എന്നതാണ് ആ മെസ്സേജിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ രണ്ട് മുൻ DGPമാർക്കെതിരെ കേസെടുക്കുന്ന, നടപടിയെടുക്കുന്ന പോലീസിനെ നമുക്ക് നാളെ കാണേണ്ടി വരും. അതിനെ എങ്ങനെ R ശ്രീലേഖയും TP സെൻകുമാറും നേരിടും എന്നത് മാത്രമേ അറിയാനുള്ളൂ.